കർക്കിടകത്തിൽ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു ആചാരം തന്നെയാണ് രാമായണ പാരായണം. എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും തടസ്സങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഇല്ലാതാക്കി ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും നേടാൻ രാമായണ പാരായണം സഹായിക്കുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. രാമായണം അത് ഭക്തിയോടെയും ശ്രദ്ധയോടെയും വായിച്ചാൽ ലഭിക്കുന്ന ഫലസിദ്ധിയെപ്പറ്റി ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അധ്യാത്മ രാമായണം എന്ന പേരിതിന് ഇതം അധ്യയനം ചെയ്യുന്നവർക്ക് ഇതം അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇത് എങ്കിലും കേട്ടാലും നീ. കർക്കിടകം കഴിഞ്ഞ് നമുക്ക് രാമായണം വായിക്കാം. കർക്കിടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാവൂ എന്ന നിബന്ധനയുമില്ല. കർക്കിടകം കഴിഞ്ഞാലും വായിക്കാം. ശ്രീരാമ പട്ടാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്ത ശേഷം ഉത്തരരാമായണം വായിക്കരുത്. ഉത്തരരാമായണം വായിക്കണമെന്നുള്ളവർ അത് വായിച്ച ശേഷം ബാലകാണ്ഡം തുടങ്ങിയാൽ മതി. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് വാനരാദികൾക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹവും ശ്രീരാമന്റെ രാജ്യഭാര ഫലവും രാമായണ മഹാത്മ്യവും പാരായണം ചെയ്ത ശേഷമേ കർപ്പൂരം തെളിച്ച് രാമായണം പൂർത്തിയാക്കാവൂ എന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് രാമായണം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേക ഫലസിദ്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഭാഗത്തിന്റെയും പാരായണത്തിന് പ്രത്യേക ഫലസിദ്ധിയുണ്ട്. സന്താന ഭാഗ്യം വേണ്ടവർ ബാലകാണ്ഡത്തിലെ പുത്രലാഭാലോചന മുതൽ പുത്രകാമേഷ്ടി തീരുന്ന ഭൂതലത്തിങ്കലെല്ലാം എന്ന് തൊട്ട് അനുദിനം ഭൂതിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ചു എന്ന വരികൾ വരെ വായിക്കുന്നത് ഫലപ്രദമാണ്. സുഖപ്രസവത്തിനും ബാലപീഡകൾ ഇല്ലാതാവുന്നതിനും ശ്രീരാമാവതാരം ഭാഗം പാരായണം ചെയ്താൽ മതി. ഗർഭവും പരിപൂർണമായി ചമഞ്ഞ കാലം മുതൽ നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേവും ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ വരെ പാരായണം ചെയ്യണം. വിദ്യാപുരോഗതിക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, ബാല്യവും കൗമാരവും എന്ന ഭാഗത്തിലെ ദമ്പതിമാരെ ബാല്യം കൊണ്ട് ഏവം രഞ്ജിപ്പിച്ചു മുതൽ യാഗരക്ഷ എന്ന ഭാവത്തിലെ ദേവനിർമ്മിതകളി വിദ്യകൾ എന്ന് രാമദേവന് അനുജനും ഉപദേശിച്ചു മുനി എന്ന വരികൾ വരെ പാരായണം ചെയ്യണം. വിരഹദുഃഖം നീങ്ങാൻ സുന്ദരകാണ്ഡത്തിലെ ഹനുമത് സീതാ സംവാദ ഭാഗത്ത് ഉഷസി നിശ്ചരികളിൽ അവരുടെ ഉമ്മ ഭക്ഷിക്കും മുതൽ ഹനുമാന്റെ പ്രത്യാഗമനത്തിലെ തവചരണ നളിന മധുനൈവ വന്ദിച്ചിതുദാസൻ ദയാനിധേ പാഹിമാം വരെ വായിക്കുന്നത് വിരഹദുഃഖം നീങ്ങാൻ ശ്രേഷ്ഠമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നതിനും ഹനുമത് സീതാ സംവാദം പാരായണം ചെയ്യുന്നതിന് സാധിച്ചാൽ ഫലപ്രാപ്തി ഉറപ്പാണ്. എന്തായാലും ഈ രാമായണത്തിലെ ഈ ശകലങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് സ്ഥിരമായി വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. പരിപൂർണമായി ഭംഗിയായി ആ വാക്കുകൾ ഉച്ചരിക്കാൻ, അല്ലെങ്കിൽ സ്ഥിരമായി രാമായണം വായിക്കുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില തെറ്റുകൾ വന്നിരിക്കാം. ആ തെറ്റുകൾ ക്ഷമിക്കുക. എന്തായാലും രാമായണത്തിന്റെ ഓരോ ഭാഗവും വായിക്കുന്നതിന് ഓരോ ഫലശ്രുതിയുണ്ട്. കർക്കിടക മാസത്തിൽ ഭക്തിയോടെ രാമായണ പാരായണം ചെയ്യുക, അനുഗ്രഹം നേടുക. ന്യൂസ് ഡെസ്ക് കർമാസ്.